പീപ്പിൾ ബിഗ് ഇമ്പാക്ട്. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ സർക്കാർ ഇടപെടുന്നു. പുനരന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്ന് അതിനുള്ള സാധ്യതകൾ സർക്കാർ ആരാഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ക്രൈംബ്രാഞ്ചിനോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും VM സുധീരനും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ശ്രീനാരായണ ധർമ്മവേദി ജനറൽ സെക്രട്ടറി ബിജു രമേശ് പീപ്പിൾ TVയിലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുതിയ വെളിപ്പെടുത്തലുകൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഓപ്പൺ മൈൻഡോടുകൂടിയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ക്രൈംബ്രാഞ്ച് ഈ കാര്യം പരിശോധിക്കട്ടെ. പരിശോധിച്ച ശേഷം ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാൻ കഴിയും. ഒരു കേസിൽ പുനരന്വേഷണം വേണമെങ്കിൽ പുതിയ തെളിവുകൾ വേണമെന്നാണ് നിയമം. തെളിവുകളുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് ശേഷവും അന്വേഷണം നടത്താനാകും. സ്വാമിയുടെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും ആവശ്യപ്പെട്ടു. ന്യായമായും ഒരാവശ്യമാണത്. അത് വളരെ അടിയന്തര സ്വഭാവത്തോടുകൂടി പരിഗണിക്കേണ്ടത് തന്നെയുമാണ്. കുടുംബാംഗങ്ങളുടെയും ജനങ്ങളുടെയും സംശയങ്ങൾ ദൂരീകരിക്കേണ്ടതുണ്ടെന്നും സ്വാമിയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യമാണെന്നും KPCC അധ്യക്ഷൻ VM സുധീരനും പറഞ്ഞു. ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ, കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ സത്യം പുറത്തു വരിക, അതിന്മേലുചിതമായ നടപടി ഉണ്ടാകുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ബിജു രമേശിൽ നിന്ന് ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ അസ്വാഭാവികതയുള്ളതിനാലാണ് പോസ്റ്റ്മോർട്ടത്തിനെത്താൻ നിർദ്ദേശം നൽകിയതെന്ന് അന്നത്തെ സോണൽ IG VR രാജീവൻ. പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന നിർദ്ദേശം അന്ന് സ്വാമിമാർക്കിടയിലും SNDP നേതാക്കൾക്കിടയിലും ഉയർന്നുവന്നുവെന്നും പക്ഷേ SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ താൻ വ്യക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നുവെന്നും VR രാജീവൻ പീപ്പിൾ TVയോട് വ്യക്തമാക്കി. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടായിരുന്നുവെന്ന് സംഭവസ്ഥലത്തെത്തിയ SP റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വാമി ശാശ്വതീകാനന്ദയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന നിർദ്ദേശം നൽകിയതെന്ന് അന്നത്തെ സോണൽ IG VR രാജീവൻ പറയുന്നു. സ്വാമിമാർക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒപ്പോസിഷൻ ഇതിനകത്ത് ഉണ്ടായതായി? അല്ല, അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം കൂടി പോസ്റ്റ്മോർട്ടം വേണ്ട, എല്ലാം തന്നെ മുങ്ങി മരിച്ചതാണ്, ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ SP-ക്ക് നിർദ്ദേശം കൊടുത്തു. അതൊന്നും പറഞ്ഞ പറ്റില്ല, പോസ്റ്റ്മോർട്ടം നടത്തിയേ പറ്റുന്നുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. സാർ തന്നെയാണ് നിർദ്ദേശം കൊടുത്തതെന്ന്? ആ നിർദ്ദേശം കൊടുത്താണ്. സൗത്ത് സോൺ IG എന്ന നിലയിൽ എന്നോട് SP വർഗീസ് ജോർജ് അങ്ങണ്ടായിരുന്നു. വർഗീസ് ജോർജ് ഇങ്ങനെ ആൾക്കാരെല്ലാം പോസ്റ്റ്മോർട്ടം ആവശ്യമില്ല എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, അതൊന്നുമില്ല, പോസ്റ്റ്മോർട്ടം നടത്തിയേ പറ്റൂ. ഏത് അണ്ണാച്ചുകൊടുത്ത കേസിലും പോലീസിന്റെ സമീപനം അങ്ങനെയാണ്. സ്വാമി ശാശ്വതീകാനന്ദയുടെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ കഴിയില്ലെന്ന വിവരം അവിടെയുണ്ടായിരുന്ന സ്വാമിമാരോട് പറഞ്ഞത് താനാണെന്നും VR രാജീവൻ വ്യക്തമാക്കി. സ്വാമി സൂക്ഷ്മാനന്ദയുമായിട്ടാണോ സാറ് സംസാരിച്ച? അല്ലല്ല, ഞാൻ സൂക്ഷ്മാനന്ദമായിട്ട് സംസാരിച്ചു. എനിക്ക് അറിയില്ല 2001, 2002 ഉണ്ടായ കാര്യങ്ങൾ ഇപ്പൊ ചോദിച്ച ആരോടാണ് പലരും സംസാരിച്ചിട്ടുണ്ടെന്ന് അവിടെ ആരൊക്കെയാണെന്നുള്ള. വിദ്യാസാഗർ ഉണ്ടായിരുന്നു, വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നിർദ്ദേശം കൊടുത്തത് എന്റെ SP-ക്ക് തന്നെയാണ് അത് ഇൻസിസ്റ്റ് പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുള്ളത്. അതല്ല സാർ, അപ്പൊ അന്ന് പോലീസ് സർജൻ തന്നെ നടത്തണമെന്ന് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തിരുന്നു? അതോ സാധാരണ MBBS ഡോക്ടർ? ഓർക്കുന്നില്ല അങ്ങനെ പ്രത്യേകിച്ചൊന്നും. പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് നിർദ്ദേശം, പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശാശ്വതീകാനന്ദയെ ദുബായിലെ ഹോട്ടലിൽ വെച്ച് തുഷാർ വെള്ളാപ്പള്ളി ശാരീരികമായി ആക്രമിച്ചതായി സ്വാമിയുടെ അടുത്ത സുഹൃത്തും സന്തത സഹചാരിയുമായിരുന്ന S രവികുമാർ തന്നോട് ഇക്കാര്യം സ്വാമി പറഞ്ഞിരുന്നതായും രവികുമാർ എന്ന വർക്കല വാവ കൈരളി പീപ്പിളിനോട് പറഞ്ഞു. ഫുജേറയിൽ നിന്ന് EM അഷ്റഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തന്നെ തുഷാർ വെള്ളാപ്പള്ളി ദുബായിലെ ഹോട്ടൽ വെച്ച് ശാരീരികമായി ആക്രമിച്ചതായി സ്വാമി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് സ്വാമിയുടെ അടുത്ത സുഹൃത്തും സന്തത സഹചാരിയുമായിരുന്ന വർക്കല വാവ എന്നറിയപ്പെടുന്ന S രവികുമാർ പറഞ്ഞു. ദുബൈയിൽ വന്ന് പ്രശ്നമുണ്ടാകുന്ന സമയത്ത് സ്വാമി എന്നെ 2-3 പ്രാവശ്യം ബന്ധപ്പെട്ടു. അതിൻ്റെ കൂട്ടത്തിൽ സ്വാമി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് എന്നെ അവർ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ തുഷാറും ടീമും അങ്ങനെ നിന്നെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുമെന്നെല്ലാം പറഞ്ഞ് നീ എന്നെല്ലാം ഉള്ള രീതിയിൽ വിളിച്ച് അങ്ങനെ അവസാനം ശാശ്വതാനന്ദ സ്വാമി പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോയി കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നിന്നെ ഞാൻ എടുത്തിരുത്തിയ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറ്റുമെന്നാണ് അതെൻ്റെ അടുത്ത് പറഞ്ഞ്. പിന്നെ അതിനുശേഷം ഈ മരണത്തെക്കുറിച്ചാണ് അറിയുന്നത്. വൻ സാമ്പത്തിക ക്രമക്കേടുകൾ ചോദ്യം ചെയ്യുകയും നാട്ടിൽ തിരിച്ചെത്തിയാലുടൻ SNDP യോഗ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും വെള്ളാപ്പള്ളിയെ മാറ്റുമെന്ന് മുഖത്ത് നോക്കി സ്വാമി പറഞ്ഞതുകൊണ്ടാണ് സ്വാമിയെ ശാരീരികമായി ആക്രമിച്ചതെന്നും രവികുമാർ വെളിപ്പെടുത്തി. ഇക്കാര്യം സ്വാമി തന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹോട്ടൽ വെച്ചിട്ട് സ്വാമി ആക്രമിച്ചു. അതിൽ തുഷാർ വെള്ളാപ്പള്ളിയാണ് മെയിനായിട്ട് അറ്റാക്ക് ചെയ്തത്. അപ്പോൾ സ്വാമി എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ ആക്രമിച്ചു, അടിച്ചു പിടിച്ചു എന്നല്ല പറഞ്ഞു, എന്നെ ആക്രമിച്ചു, എന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ആക്രമണം നടത്തി
കടലിൽ നീന്തുന്ന സ്വാമി ഒരു പുഴയിൽ മുങ്ങി മരിച്ചുവെന്ന് ആരും വിശ്വസിക്കുകയില്ല. സ്വാമിയെ കൊന്നത് തന്നെയാണെന്ന് രവികുമാർ വെളിപ്പെടുത്തി. സ്വാമിക്ക് നല്ലതുപോലെ കുളിക്കാൻ ഇറങ്ങിയാൽ തന്നെ കടലിൽ നീന്താൻ അറിയാം. എൻ്റെ വീട് കടപ്പുറത്താണ്, കടൽ സൈഡിലാണ്, കായ്ക്കര, വർക്കല കായ്ക്കര. സ്വാമി ഞാനും കൂടെ രാത്രി വന്നിട്ട് സ്വാമി രാത്രി എൻ്റെ അടുത്ത് പറയുമായിരുന്നു, വാവേ എനിക്ക് കുളിക്കണം. ഈ തിരയുള്ള കടലിൽ സ്വാമി ഇറങ്ങി നീന്തുമായിരുന്നു. തിരയുള്ള കടലിൽ, അതായത് പാതിരാത്രി 12 മണിക്ക് 1 മണിക്ക് സ്വാമി ഇറങ്ങിയിട്ട് കടലിൽ നീന്തുമായിരുന്നു. അത്രയ്ക്ക് നീന്താൻ അറിയാവുന്ന ഞാൻ ഞങ്ങളുടെ വീട്ടിൻ്റെ ആ സൈഡിലുള്ള കടലിൽ ഇതുവരെ ഇറങ്ങി നീന്തിയിട്ടില്ല. സ്വാമി എന്നെ കരയിൽ ഇരുത്തിയിട്ട് സ്വാമി ഇറങ്ങി നീന്തുമായിരുന്നു. അത്രയ്ക്ക് കടലിൽ നീന്താൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് പുഴയിൽ നീന്താൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും? ഇത് അപകടമാണ്, ഇത് കൊന്നതാണ്. അപകടമെന്ന് പറയുന്നത് അത് കൊന്നതാണ്. കാരണം അന്ന് പോസ്റ്റ്മോർട്ടം വേണ്ടാന്ന് പറഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം വേണമെന്ന് പറഞ്ഞ ശ്രീ വിദ്യാസാഗറാണ്. പിന്നെ ആ സമയത്ത് ഈ കേസ് ഒത്തുതീർപ്പാക്കി ഒതുക്കി തീർത്തത് ശ്രീ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് AK ആൻ്റണിയും ശ്രീമാൻ വെള്ളാപ്പള്ളിയും കൂടെ ചേർന്നിട്ടാണ്. വെള്ളാപ്പള്ളി നടേശനെതിരെ വെള്ളാപ്പള്ളിയുടെ ഒരു സഹോദരൻ അച്ചടിച്ച് പുറത്തുവിട്ട നോട്ടീസ് അടക്കം പല കാര്യങ്ങളും വരും നാളുകളിൽ പുറത്തു വരുമെന്നും S. രവികുമാർ പറഞ്ഞു. ഫുജേറയിൽ നിന്നും EM അഷ്റഫ്. പീപ്പിൾ എക്സ്ക്ലൂസീവ് ശാശ്വതി ഗാനന്ദയെ കൊന്നത് തന്നെയെന്ന് SNDP മുൻ ദേവസ്വം സെക്രട്ടറി കാവ്യാട്ട മാധവൻകുട്ടി. രഹസ്യങ്ങൾ സാബുവിന് അറിയാമെന്നും ശാശ്വതി ഗാനന്ദയുടെ സന്തത സഹചാരിയായ മാധവൻകുട്ടി വെളിപ്പെടുത്തി. സാബു ശരിയായ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല എന്നും മാധവൻകുട്ടി പീപ്പിളിനോട് പറഞ്ഞു. SNDP യോഗത്തിന്റെ മുൻ ദേവസ്വം സെക്രട്ടറിയും ശാശ്വതികാനന്ദയുടെ സന്തത സഹചാരിയുമാണ് കാവ്യാട് മാധവൻകുട്ടി. ശാശ്വതികാനന്ദയുടെ മരണം കൊലപാതകമാണെന്നതിൽ സംശയമില്ലെന്ന് മാധവൻകുട്ടി പീപ്പിളിനോട് പറഞ്ഞു. മരണത്തിന്റെ ദുരൂഹത അറിയാവുന്ന സാബുവിനെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്. സാബുവിനെ എനിക്ക് വലിയ പേടിയാണ് ഈ സാബുവിനെ എനിക്ക് കിട്ടുമെന്നുള്ളത്. സാബുവിനെ തട്ടിക്കളയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വെള്ളാപ്പള്ളി ആൾ വെച്ച് തട്ടിക്കളയും. നുണ പരിശോധന അത് കൊടുത്താൽ തത്ത പറയും പോലെ പറയും. കുതിച്ചൊഴുകുന്ന കല്ലാറിനെ മുറിച്ചു നീന്തുമായിരുന്ന ശാശ്വതികാനന്ദ മുങ്ങി മരിക്കില്ലെന്ന് ഉറപ്പാണ്. മഴക്കാലത്ത് ഈ കര കവിഞ്ഞ് റോഡിൽ കൂടെ വെള്ളം ഒഴുകുന്ന സമയം നമുക്ക് പേടിയാണ്. വണ്ടിയും വെള്ളത്തിൽ കൂടെയാണ്. ആ സമയത്ത് സ്വാമി അവിടെ എങ്ങും ആൾ പോലും കാണത്തില്ല, വീടും അടുത്തെങ്ങുമില്ല. അവിടെ ഇറങ്ങി ഈ വെള്ളത്തിൽ കൂടെ അപ്പുറത്ത് നീന്തി അങ്ങ് പോകുമെന്ന് പറഞ്ഞാൽ ഇത്രയും നീന്തൽ അറിയാവുന്നുള്ള എനിക്ക് പോലും പേടിയായി. വെള്ളാപ്പള്ളിക്ക് പകരം വിദ്യാസാഗറിനെ ആയിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശാശ്വതികാനന്ദ കണ്ടത്. സ്വാമിയെ മറിച്ചിട്ടിട്ടാണ് ഇതിനകത്ത് കയറി തട്ടിയിട്ടിട്ടാണ് സ്വാമിയെ അവഹേളിച്ചിട്ട് കയറിയത്. ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ച് പ്രഭാഷണങ്ങളും പുസ്തകങ്ങളുമായി SNDP അണികൾക്കിടയിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന നേതാക്കളിൽ ഒരാളാണ് കാവ്യാട് മാധവൻകുട്ടി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാമി ശാശ്വതികാനന്ദയുടെ മരണം CBI അന്വേഷിക്കണമെന്ന് ചെമ്പഴന്തി ഗുരുകുലം സെക്രട്ടറി ശുഭകാനന്ദ. സംസ്ഥാന പോലീസിന്റെ അന്വേഷണം നേരത്തെ നടന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കുകയാണ് ഉചിതമെന്നും അദ്ദേഹം പറഞ്ഞു. സമഗ്രം അന്വേഷണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏജൻസികൾ അന്വേഷിച്ചു എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. അതുകൊണ്ട് കേരള സർക്കാരിന് ഉപരിയായി കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ CBI ഉൾപ്പെടെയുള്ള ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കുന്നതായിരിക്കും ഉത്തമം. പുരസ്കാരം തിരിച്ചു നൽകുകയും അക്കാദമി സ്ഥാപനങ്ങളിൽ നിന്നും രാജിവെക്കുകയും ചെയ്ത എഴുത്തുകാരുടെ ഐക്യദാർഢ്യമെന്ന് പ്രശസ്ത സാഹിത്യകാരൻ സക്കറിയ. എന്നാൽ എഴുത്തുകാർ നൽകുന്ന പുരസ്കാരങ്ങൾ താനായി തിരിച്ചു നൽകില്ലെന്നും അതിൽ ഭരണകൂടത്തിന്റെ കൈകടത്തൽ നാമമാത്രമാണെന്നും സക്കറിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രിയുടെ പുസ്തക പ്രകാശനം മുംബൈയിൽ നടന്നു. നേരത്തെ പുസ്തകം പ്രകാശനം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ശിവസേന വ്യക്തമാക്കിയിരുന്നു. വിവരങ്ങളുമായി മനുശങ്കർ ചേരുകയാണ്. മനുശങ്കർ, ഏറെ പ്രതിഷേധത്തിനൊടുവിൽ പുസ്തകം പ്രകാശനം നിർവഹിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുരേഷ്, ഇപ്പോൾ പാക് മുൻ വിദേശകാര്യമന്ത്രി ഖുർഷിദ് കസൂരിയുടെ പുസ്തക പ്രകാശന ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ചടങ്ങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുസ്തക പ്രകാശനം പൂർത്തിയായിരിക്കുകയാണ്. പ്രത്യേകിച്ച് എടുത്തു കാണേണ്ട ഒരു കാര്യം, ഇതിൽ തന്നെ കുൽക്കർണിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു പുസ്തക പ്രകാശന ചടങ്ങ് നടന്നത് എന്നതാണ്. എന്തായാലും കനത്ത സുരക്ഷയിലാണ് ഇത്തരത്തിലൊരു പുസ്തക പ്രകാശന ചടങ്ങ് മുംബൈയിലെ നെഹ്റു ഓഡിറ്റോറിയത്തിൽ നടന്നത്. അർദ്ധ സൈനിക വിഭാഗത്തിൽ അടക്കമുള്ള സുരക്ഷ
സുരക്ഷാ സേനകൾ ഈ ഓഡിറ്റോറിയത്തിന് പുറത്തായി സന്നിഹിതരായിരുന്നു. 100 കണക്കിന് പോലീസുകാരാണ് സന്നിഹിതരായിരുന്നത്. എന്തായാലും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ നേരിട്ടുള്ള നിർദ്ദേശത്താലാണ് ഇത്തരത്തിൽ മഹാരാഷ്ട്ര IG-യുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പോലീസുകാർ അണിനിരന്നിരിക്കുന്നത്. അതീവ സുരക്ഷയിലാണ് ഇപ്പോൾ മുംബൈ എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ശിവസേന ഇതിൽ പ്രതിഷേധിക്കുമെന്നാണ് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരുന്നത്. ആദ്യം ഈ പ്രതിഷേധത്തിൽ നിന്ന് ദേവേന്ദ്ര ഫട്നാവിസുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പിന്മാറി എന്ന് ഉദ്ധവ് താക്കറെ അറിയിച്ചിരുന്നുവെങ്കിൽ പോലും പിന്നീട് ശിവസേന ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് പിന്നീട് പത്രസമ്മേളനം നടത്തി തന്നെ ശിവസേന വക്താവ് സഞ്ജയ് റാവത്ത് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് നടക്കുന്ന ചടങ്ങ് നടത്തിയാൽ കൂടുതൽ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് സംഘാടകർക്ക് മുമ്പാകെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ ഇതുവരെ യാതൊരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. കനത്ത സുരക്ഷയാണ് ചുറ്റുപാടും ഒരുക്കിയിരിക്കുന്നത്. ശിവസേന പ്രവർത്തകരുടെ യാതൊരുവിധ ആക്രമണത്തിനും നിലവിൽ ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പുസ്തക പ്രകാശന ചടങ്ങ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കരിമഷി പ്രയോഗത്തിൽ ന്യായീകരണവുമായാണ് ശിവസേന നേതാക്കൾ തന്നെ രംഗത്തെത്തിയത്. ജനാധിപത്യപരവും അക്രമരഹിതവും ചരിത്രപരവുമാണ് ഈ കരിമഷി പ്രയോഗം എന്നാണ് ശിവസേന വക്താവ് സഞ്ജയ് റാവത്ത് തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. എന്നാലും ഈ കരിമഷി പ്രയോഗത്തിനെതിരെ കടുത്ത വിമർശനങ്ങളും പല ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. BJP മുതിർന്ന നേതാവ് LK അദ്വാനി അടക്കം പിന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം ഇക്കാര്യത്തിൽ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ഈ കാര്യം ഗൗരവകരമായി കാണുന്നുവെന്നും ഇതിൽ വ്യക്തമായ ഒരു അന്വേഷണം നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുരേഷ്, മനുശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. സംഘപരിവാർ ഫാസിസത്തിനെതിരെ ഇടതുപക്ഷം നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ന്യൂനപക്ഷം പിന്തുണ നൽകണമെന്ന് സമസ്ത EK വിഭാഗം. CPIM-ന്റെ മതേതര നിലപാട് മാതൃകാപരമാണെന്നും സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവ് അഭിപ്രായപ്പെട്ടു. ഫാസിസത്തിനെതിരായ ചെറുത്തുനിൽപ്പ് നടത്തുന്നവരെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പരിഗണിക്കേണ്ടതെന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. ഫാസിസം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം. ഇക്കാര്യത്തിൽ CPIM-ന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകണം. കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ വെച്ച് പുലർത്തുന്ന ഇവിടെ സ്വീകരിക്കുന്ന മതേതര കാഴ്ചപ്പാട് അത് തീർച്ചയായും ആ തരത്തിലുള്ള പാർട്ടികളെ പോലും എല്ലാ അർത്ഥത്തിലും ഫാഷിസത്തിനെതിരെ രംഗത്ത് വരുമ്പോൾ എല്ലാ അർത്ഥത്തിലും അവർക്ക് എല്ലാവിധ പിന്തുണയും സഹായം ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. സംഘപരിവാർ ഫാസിസത്തിനെതിരെ ഒരു കാലത്തും കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. രാജ്യത്തിന്റെ മതേതരത്വം ഇത്ര പവിത്രമായി കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യത്തെ ഏറ്റവും പ്രബലമായ ഒരു കക്ഷി ഇപ്പോൾ ഭരണത്തിന് പുറത്തു പോയെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും പാരമ്പര്യവും സ്ഥാനവും അംഗീകാരമുള്ള കുറേ കാലം രാജ്യം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്തരം വിഷയങ്ങൾ വളരെ ഗൗരവതരമായി മുഖം നോക്കാതെ പ്രതികരിച്ചുകൊണ്ട് പ്രതിഷേധിച്ച് രംഗത്ത് വരേണ്ടതാണ്. പക്ഷേ ആ തരത്തിൽ ഇപ്പോൾ ദേശീയ തലത്തിലായാലും കേരളത്തിലായിരുന്നാലും അത്ര ശക്തമായ നിലപാട് കോൺഗ്രസിന്റെ നേതാക്കൾ സ്വീകരിക്കുന്നില്ല എന്ന ന്യായമായും സംശയമുണ്ട്. വർഗീയ ധ്രുവീകരണം കേരളത്തിൽ നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. മതേതര കക്ഷികളാണ് ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.